ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി നിധിയെ വേദനിപ്പിച്ചും കൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം നിധിക്ക് വല്ലാതെ വേദനയാവണ്. തന്നെ ഇങ്ങനെ അപമാനിക്കുകയാണ്, തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ വല്ലാതെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ നിധി ആ ഫോട്ടോയിലോട്ട് നോക്കണം കേട്ടോ. അതായത് ഗൗതം പറഞ്ഞ വാക്ക്, എനിക്ക് 3 കുഞ്ഞുങ്ങളുടെ ഒരു അച്ഛനാവണം എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടോ. അതിങ്ങനെ ആലോചിക്കുമ്പോൾ തനിക്കതിന് ഇനി കഴിയില്ലല്ലോ, താനിനി അതിനൊന്നും പറ്റാത്തൊരു പെണ്ണല്ലേ എന്നിങ്ങനെ ചിന്തിച്ച് പോവാണ്. അങ്ങനെ നിധി തന്നെ ഇങ്ങനെ പൊട്ടി കരയാണ് കേട്ടോ ആ ഫോട്ടോയിൽ നോക്കിയിട്ട്. എന്നിട്ട് ഈശ്വര, ഞാൻ ആർക്കും അറിഞ്ഞും കൊണ്ടൊരു പാവം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം തന്ന് പരീക്ഷിപ്പിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ദൈവമേ ഞാൻ നിന്നോട് ചെയ്തത് എന്നൊക്കെ നിധി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയമാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത്. ഇനി എൻ്റെ ഗൗതമിൻ്റെ മനസ്സിൽ എത്രത്തോളം വിഷമമുണ്ട്, ഗൗതമും എന്നെ നാളെ തള്ളിപ്പറയുമ്പോൾ എന്നുള്ള വാക്കുകളൊക്കെ കേട്ടിട്ട് നിധി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. നിധിയുടെ അടുത്തോട്ട് കടന്നു വരികയാണ്. എന്നിട്ട് നിധിയോട് ഗൗതം പറയണേ, എന്തിനാ നിധി ഈ ഫോട്ടോ നീ ഇങ്ങനെ നോക്കി കരയുന്നത്? ഗൗതം, നിനക്ക് ഇനി കുഞ്ഞുങ്ങൾ തരാൻ കഴിയില്ലല്ലോ, നീ ആഗ്രഹിച്ചതുപോലെ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ എനിക്ക് നീ കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്, അതൊക്കെ ഈശ്വരൻ്റെ ദൈവവിധിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം, എന്തിനാണ് നീ സങ്കടമില്ലാത്തതുപോലെ എനിക്ക് മുന്നിൽ അഭിനയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ്, അത് ശരിയാണ് നീ പറഞ്ഞത്, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു വിഷമം എന്നിലുണ്ട്. പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളെക്കാൾ വലുതാണ് നീ ഉള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം, നീയാണ് എൻ്റെ വെളിച്ചം എന്നൊക്കെ ഇങ്ങനെ ഗൗതം നിധിയോട് പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നിധിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് നിധി പറയാണ്, ഗൗതം എന്നാലും എനിക്ക് അതിനുള്ള ഭാഗ്യം തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം ആ ഫോട്ടോ എടുക്കണം കേട്ടോ. അപ്പോൾ എടുത്ത ഉടനെ നിധി ചോദിക്കുകയാണ്, എന്താ ഈ ഫോട്ടോ കൊണ്ടേ കാണിക്കുന്നത്? അതേ, ഈ ഫോട്ടോ ഇനി ഇവിടെ വേണ്ട, പിന്നെ എവിടെ ഇട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സ്റ്റോർ റൂമിൽ പോട്ടെ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നിധിക്ക് വളരെ വിഷമം തോന്നുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഗൗതം, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ കഴിയില്ല എന്നുള്ളത് എനിക്കറിയുന്ന സത്യമാണ്. നീ ആഗ്രഹിച്ചതുപോലെ 3 കുഞ്ഞിനെ എനിക്ക് ജന്മം നൽകിത്തരാനും എനിക്ക് കഴിയില്ല. ഒരു കുഞ്ഞു പോലും ജന്മം നൽകാൻ എനിക്ക് കഴിയില്ലാത്ത ഒരു പെണ്ണാണ് ഞാൻ. നിൻ്റെ രക്തം എൻ്റെ ഉള്ളിൽ ഗർഭപാത്രത്തിൽ നിൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തി വലുതാക്കി നിൻ്റെ മുന്നിൽ തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും ഇനി നടക്കില്ല. പക്ഷേ നിഴലിനെങ്കിലും എനിക്ക് സ്വപ്നം കാണാലോ, ആ വരച്ച നിഴൽ അത് മതി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, വേണ്ട നിധി, ഇത് എനിക്ക് ഇവിടെ ഇരിക്കും തോറും നിൻ്റെ മനസ്സിന് വേദന കൂടി വരും എന്നിങ്ങനെ പറയട്ടെ. അപ്പോൾ നിധി പറയണേ, ഗൗതം അതവിടെ ഇരുന്നോട്ടെ, ഗൗതമിനും കാണാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോ അല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, അത് ശരിയാണ്, ഞാൻ വരച്ച ഈ ഫോട്ടോ നിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും, അതെനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതൊന്നും എടുത്തു കളയാൻ കഴിയില്ല എന്നറിയാം. പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് കരുതി നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നാരാ പറഞ്ഞതെന്ന് പറയുമ്പോൾ നിധി, എനിക്ക് മനസ്സിലായില്ല ഗൗതം, എന്താ ഈ പറയുന്നത്? അതെ, ഇന്ന് ലോകത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് പല മാർഗ്ഗങ്ങളും ഇന്ന് തിരഞ്ഞെടുക്കുക. അതിലൊരു മാർഗ്ഗം നമുക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. ഞാൻ എൻ്റെ ഫ്രണ്ടായ ഡോക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്, ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെയും എൻ്റെയും രക്തത്തിൽ പറഞ്ഞ കുഞ്ഞ് തന്നെ നമുക്ക് സ്വന്തമാക്കാം എന്നൊക്കെ പറയുമ്പോൾ നിധിക്ക് ആശ്വാസമാവണം കേട്ടോ. അപ്പം നിധി പറയണേ, ഈ ഫോട്ടോ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇത് ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ട് ആസ്വദിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം ആ ഫോട്ടോ അവിടെ വെക്കുകയാണ്. അപ്പം നിധി ആ ഫോട്ടോയിൽ ഇങ്ങനെ തൊടുമ്പോൾ ഉടൻ തന്നെ നിധിയെ ഇങ്ങനെ ഗൗതം പിടിച്ചു മാറ്റുകയാണ് കേട്ടോ. ഇതേ സമയം ഇങ്ങനെ പ്രണവിനെയാണ് കാണിക്കുന്നത്. ഇന്ന് തൻ്റെ ആദ്യരാത്രിയല്ല, ഇന്ന് തൻ്റെ രാത്രി ആ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് പ്രണവ് ഇങ്ങനെ സ്പ്രേ അടിച്ചും ഇങ്ങനെ പാട്ടൊക്കെ പാടിയൊക്കെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഈ പറയുന്ന ശിവാനി കയറി വരുന്നത് കേട്ടോ. ശിവാനിയാണെങ്കിൽ വാതിൽപ്പടിക്കൽ ഇങ്ങനെ പാലുമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം ശിവാനി പ്രണവിൻ്റെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ, പ്രണവിനെ ഒരു കുഞ്ഞിന് വേണ്ടി സ്വപ്നം കണ്ട് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, പക്ഷേ ഇതെനിക്കൊരു മത്സരമാണ്, നിധിയുമായുള്ള മത്സരം. ഒരിക്കലും ഇനി നിധി കുഞ്ഞുണ്ടാവില്ല എന്ന പ്രതീക്ഷയോടുകൂടി നിൽക്കും. ഞാൻ അതിനു മുന്നേ ഒരു കുഞ്ഞുണ്ടായി ഇവിടെ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്ന ആഗ്രഹമാണ്. അവളിപ്പോൾ തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഈശ്വരമംഗലത്തെ ആദ്യത്തെ അവകാശി ഞാൻ തന്നെ എല്ലാവർക്കും കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ പ്രണവ് ഇങ്ങനെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശിവാനി ആയിരിക്കും കേട്ടോ. അങ്ങനെ ശിവാനിയെ കണ്ടുകൊണ്ട് തന്നെ പ്രണവ് പറയാണ്, ആഹാ ശിവാനി, നീ എന്താ പാലുമായി അവിടെ തന്നെ നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പാലുമായി നിന്നത് നിധിയെക്കുറിച്ച് ആലോചിച്ചാൽ. നിധിയെക്കുറിച്ച് നീ എന്താ ആലോചിച്ചു? അല്ല, അവളെ തോൽപ്പിക്കാനുള്ള ഒരു മത്സരമാണല്ലോ. തോൽപ്പിക്കേ? എന്തിനാണ് ഏട്ടത്തിയെ തോൽപ്പിക്കാനൊക്കെ നീ നിൽക്കുന്നത്? അങ്ങനെയല്ല, ഇപ്പോൾ നിധിക്ക് കൊടുക്കാൻ കഴിയാത്ത ആ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചതാണ്. നിധിക്ക് അത് കൊടുക്കാൻ കഴിയില്ലല്ലോ, പക്ഷേ എനിക്കത് തരാൻ കഴിയുമല്ലോ. ആ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഏട്ടത്തിയോട് സങ്കടമുണ്ട്, നിധിയോട് സങ്കടമുണ്ട്.
ഉണ്ട് എന്നൊക്കെ എന്നെ തട്ടിക്കൂട്ടാണ്. അപ്പോൾ തന്നെ അവിടെ പ്രണവ് പറയണേ അതൊക്കെ പൊട്ടെ നീ ഇവിടെ ഇരുന്നേ എന്ന് പറയണേ. ഇതാ നിൻ്റെ അലുവയും മുല്ലപ്പൂവും എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ, മുല്ലപ്പൂ നീ തന്നെ എൻ്റെ തലയിൽ വെച്ച് കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് ശിവാനി മുല്ലപ്പൂ പ്രണവിനോട് വെക്കാൻ പറയട്ടെ. അങ്ങനെ പ്രണവ് ഭയങ്കര ഇതോടുകൂടി വെച്ച് കൊടുക്കുമ്പോൾ ശിവാനിക്ക് വല്ലാത്തൊരു നാണം വരികയാണ്. അങ്ങനെ ശിവാനി നന്നായി നാണിക്കുന്നു. അപ്പോൾ ഈ സമയം പ്രണവ് ഇതാ പാലെന്ന് പറഞ്ഞ് പ്രണവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പിന്നീട് പ്രണവ് പറയണേ ഈ അലുവ നീ എടുത്ത് കഴിക്കുമെന്ന് പറയാം. അത് വേണ്ട ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞ് അലുവയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ശിവാനിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ ഒരുമിക്കുന്ന ആ ഒരു നിമിഷമാണ് ലൈറ്റും കെടുത്തി അങ്ങനെയുള്ള ഒരു സീനും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലും ഇപ്പുറത്ത് ഇവിടെ ഗൗതമിനെ തന്നെയാണ് കാണിക്കുന്നത്. നിധി പോയതിന് ശേഷം ഗൗതം ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ സങ്കടപ്പെടുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവാണ്. ശിവാനി ആണെങ്കിലും പൂജാമുറിയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ദൈവങ്ങളുടെ മുന്നിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ശിവാനി പറയാണ് ഈശ്വര ഇന്ന് എനിക്ക് നല്ലൊരു മുഹൂർത്തമാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിൽ എനിക്കൊരു മത്സരമാണ് നടക്കാൻ പോകുന്നത്, നിധിയെ തോൽപ്പിക്കുന്ന മത്സരം. ഈ മത്സരത്തിൽ നിധി ഈ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം. നിധി ഒരിക്കലും ഗൗതവുമായി ജീവിക്കരുത്. ഗൗതം എൻ്റേതാക്കാൻ ഞാൻ സ്വന്തമാക്കാൻ തീരുമാനിച്ചപ്പോൾ അവൾ ഇതിനിടയ്ക്ക് കയറി വന്ന് എന്നെ തോൽപ്പിച്ചവളാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കാൻ കഴിയുമെന്ന് അവൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആ ഒരു രംഗം എനിക്ക് കാണിക്കണം. എന്നിട്ട് അവളുടെ വയറിനോടും വായോടും അവൾ തന്നെ ഇങ്ങനെ അടിക്കണം. അത്രയും അറപ്പും വെറുപ്പും അവളോട് തന്നെ തോന്നണം എന്നൊക്കെ പറയുമ്പോൾ ശിവാനിക്ക് കാണാൻ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നുന്നുണ്ടോ. ഇതെന്താ ഈശ്വര എനിക്കിങ്ങനെ ഒമിറ്റ് ചെയ്യാൻ വരുന്നത്, എനിക്കെന്താ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ശിവാനി ഇങ്ങനെ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യാൻ പൂജാമുറിയിൽ നിന്നും പുറത്തോട്ട് വാഷ് ബേസിലോട്ട് വരികയാണ്. ആ സമയം ആ ഒമിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് അവിടെ നിൽക്കണം കേട്ടോ. അങ്ങനെ ഈ മനം പറ്റുന്നത് പോലെ ഇങ്ങനെ ശിവാനിക്ക് തോന്നുമ്പോൾ ശിവാനി ഇങ്ങനെ ഈശ്വര ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുക ഇങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും ശിവാനിക്ക് തലചുറ്റിൽ വരികയാണ് കേട്ടോ. അപ്പോൾ ശിവാനി അറിയാം ഈ 2 ലക്ഷണം ഉണ്ടെങ്കിൽ അതൊരു ഗർഭിണിയുടെ ലക്ഷണമല്ല തീർച്ചയായും. അപ്പോൾ ഞാൻ ഗർഭിണിയാവുമോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് സന്തോഷത്തോടു കൂടി തിരികെ പൂജാമുറിയിലോട്ട് തന്നെ പോവാണ് കേട്ടോ. അങ്ങനെ ദൈവങ്ങളോട് നന്ദി പറയാണ്. എൻ്റെ കൃഷ്ണ നീ എനിക്ക് എത്ര പെട്ടെന്നാണ് പ്രാർത്ഥിച്ച് ഞാൻ നാക്കുള്ളിലോട്ട് ഇട്ടില്ല, അപ്പോഴേക്കും ഈ സൗഭാഗ്യം എനിക്ക് തിരിച്ചു തന്നില്ലേ. അത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ സൗഭാഗ്യം എനിക്ക് തന്നല്ലോ. നിധിയെ തോൽപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ കൈകൂപ്പി പ്രാർത്ഥിച്ചപ്പോഴേക്കും ദൈവം എനിക്ക് ഇത്രയും പെട്ടെന്ന് ഈ വലിയൊരു ആഗ്രഹം സാധിപ്പിച്ച് തന്നില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഇന്നലെ മുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോഴേക്കും ശിവാനിക്ക് വീണ്ടും ഇങ്ങനെ ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ മനം പരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവാനി വീണ്ടും പുറത്തോട്ട് ഓടി വരികയാണ്. അങ്ങനെ ആ ഒരു മനം പരട്ടിലോടുകൂടി ശിവാനി ഇത് എന്തായാലും പ്രണവിനെ അറിയിക്കണം, പ്രണവ് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കണം കേട്ടോ. അങ്ങനെ ശിവാനി ഇങ്ങനെ പോകാനൊരുങ്ങുമ്പോഴേക്കും ശിവാനിക്ക് വീണ്ടും ഇങ്ങനെ തല ചുറ്റുന്നത് പോലെ കാണിക്കണം കേട്ടോ. അങ്ങനെ ശിവാനി തല ചുറ്റുമ്പോൾ ശിവാനി എന്ത് ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കുക കേട്ടോ. പിന്നീട് കുറച്ച് നേരം ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ശിവാനി ഇങ്ങനെ നിൽക്കുമ്പോൾ ശിവാനിക്ക് വീണ്ടും മനം പരട്ടിയാണ്, ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ ശിവാനി ബേസിൻ്റെ അടുത്തോട്ട് പോവാണ്. ശിവാനി സന്തോഷത്തോടു കൂടി ഞാനൊരു ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ കൈ എടുത്തിട്ട് വയറിൽ വെച്ചിട്ട് ശിവാനി അങ്ങോട്ട് ഛർദ്ദിക്കുമ്പോൾ ആദ്യത്തിൽ ശിവാനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. താൻ സന്തോഷത്തോടു കൂടി താനൊരു ഗർഭിണിയായതിൻ്റെ ആ ഒരു ഇതാണെന്ന് കരുതി കണ്ണടച്ച് ഛർദ്ദിക്കുന്നു. പിന്നീട് ഛർദ്ദിച്ചിട്ട് ശിവാനി എന്ത് ചെയ്യുന്നു ബേസിലോട്ട് നോക്കില്ല, തൻ്റെ ചുണ്ടിങ്ങനെ തുടയ്ക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ആ സമയം കാണാൻ കയ്യിലോട്ട് നോക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ കയ്യിൽ കുളിച്ച് നിൽക്കുന്നു കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി ശിവാനി അങ്ങ് പേടിക്കണം. ഈശ്വര എൻ്റെ വായിൽ നിന്ന് എന്താ ബ്ലഡ് വരുന്നത്, അപ്പോൾ എനിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, ബ്ലഡ് കാണിച്ചെങ്കിൽ അത് എന്തിൻ്റെ സൂചനയാണല്ലോ ഈശ്വര, എനിക്ക് പേടിയാവുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ബ്ലഡൊക്കെ കഴുകി കളഞ്ഞിട്ട് തൻ്റെ മുഖമൊക്കെ ഒരു വെള്ളം കൊണ്ട് തുടച്ചതിന് ശേഷം കർച്ചീഫ് കൊണ്ട് തുടക്കണം കേട്ടോ. പിന്നീട് റൂമിലോട്ട് പോവാണ്. ഈ സമയമാണെങ്കിൽ പ്രണവ് വലിയ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ആദ്യ രാത്രിയിൽ ഇവരുടെ ഈ കുഞ്ഞുണ്ടാവേണ്ട ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി ഇങ്ങനെ ശിവാനിയോട് പ്രണവ് പറയുന്നുണ്ട് ഇനി ഇന്ന് എന്നോട് കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല നല്ല ലക്ഷണങ്ങളാണ് കാണിച്ചത്, എനിക്ക് ഇങ്ങനെ വിജയങ്ങളാണ് കൈവരിച്ചത്, അതിന് മാത്രം എന്ത് വിജയമാണ് കൈവരിച്ചത് എന്ന് ശിവാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാനിന്ന് കോഫി ഷോപ്പ് തുടങ്ങുന്നതിനെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ല, അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇത്ര പെട്ടെന്ന് അത് ആവുന്ന പ്രതീക്ഷിച്ചില്ല, വിചാരിക്കുന്നതിലും
കൂടുതൽ, അതായത് വിചാരിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞ് ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴേക്കും എങ്ങനെ ഒരു ഇതെനിക്ക് കിട്ടിയെങ്കിൽ എൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ശിവാനി തീർച്ചയായും അതിലും വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വാക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോഴാണ് പ്രണവ് ലാപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ശിവാനിയുടെ മുഖമൊക്കെ ഒരു വിരളിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ ശിവാനി നിനക്ക് പറ്റിയത്? നിൻ്റെ മുഖത്ത് എന്താ ഒരു വലിയൊരു ടെൻഷൻ പോലെ? നീ എന്തെങ്കിലും ടെൻഷൻ നേരിടുന്നുണ്ടോ? ഒന്നുമില്ല എന്ന് പറയണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇല്ല ഒന്നുമില്ല എന്ന് പറയാം. എന്നാൽ ശരി ഞാൻ എൻ്റെ വർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പ്രണവ് ഇങ്ങനെ ലാപ്പിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ശിവാനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തല ചുറ്റിയിട്ട് അവിടെ വീഴാൻ പോകുന്നത് പോലെ കാണാണ്. അപ്പോഴേക്കും പ്രണവ് അവിടെ ലാപ്പ് എടുത്ത് വെച്ച് ഓടി വന്ന് എന്ത് പറ്റി ശിവാനി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നിനക്ക് എന്താ തല ചുറ്റി? എനിക്കറിയില്ല എന്ന് തല ചുറ്റി എന്ന് പറയണേട്ടാ. എന്നാൽ തല ചുറ്റൽ, ആഹാ നിനക്ക് ചുറ്റൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗർഭിണിയുടെ ലക്ഷണമാണ്. നീ ഛർദ്ദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് അത് കേൾക്കുന്നതിനോടുകൂടി ശിവാനി ഞെട്ടിപ്പോവാണ്. കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ താൻ ഛർദ്ദിച്ച ആ ഒരു രംഗത്തെക്കുറിച്ച് ശിവാനി ആലോചിക്കാനായിട്ട് ഈശ്വര ഇത് ഇവന് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇവൻ എന്നെ തള്ളിപ്പറയുമെന്ന് ആ ഒരു പേടി വരികയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇല്ല എന്നിങ്ങനെ വേഗം പെട്ടെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ശരി ഞാൻ എൻ്റെ പണി നോക്കട്ടെ. സാധാരണ ഛർദ്ദിക്കലും തലചുറ്റലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഗർഭിണിയാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാണ് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല എന്നും തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രണവ് തൻ്റെ ജോലി ചെയ്യാൻ പോവാണ്. പിന്നീട് ശിവാനി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും ശിവാനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പ്രണവിനെ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ എന്നോട് ഛർദ്ദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എൻ്റെ പ്രണവ് ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഇവിടെ എല്ലാവരോടും പറയൂ. അതുകൊണ്ട് ഞാൻ ചോരയാണ് ഛർദ്ദിക്കാൻ പോകുന്നതെന്ന സത്യം അവരോട് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലാണ് ഈ ചോരയുടെ സൂചന കാണിക്കുന്നത്. രക്തം എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ബേസിലോട്ട് ഓടുകയാണ് കേട്ടോ. അങ്ങനെ ശിവാനി അവിടെ ചെന്ന് ഓ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ടിലിങ്ങനെ ഛർദ്ദിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സമയം പ്രണവ് പുറത്തു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രണവ് ഓടി വരികയാണ്. ശിവാനി നീ ഛർദ്ദിച്ചല്ലോ, നീ വൊമിറ്റ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് ഞാൻ കേട്ടല്ലോ. അപ്പോഴേക്കും ശിവാനി ബേസിലുള്ള ചോരയൊക്കെ കളഞ്ഞിട്ട് രക്തമൊക്കെ കളഞ്ഞതിന് ശേഷം എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് കർച്ചീഫ് എടുത്ത് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് ചോദിക്കുക എന്തെങ്കിലും ഉണ്ടോ, നിനക്ക് വൊമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ അല്ല ഞാൻ ഫേസ് തുടച്ചതാണ്, മുഖത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് ഫേസ് തുടച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കാൻ കേട്ടോ. ഓ ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പ്രണവ് അങ്ങ് പോകുന്നു. പിന്നീട് മനസ്സുകൊണ്ട് ശിവാനി ചിന്തിക്കുകയാണ് ഈ വീട്ടിൽ ആരും തന്നെ അറിയാൻ പാടില്ല, ഈ വീട്ടിൽ നിന്ന് ആരും അറിയാതെ ഡോക്ടറെ ഒന്ന് കാണണം, എന്തോ ഒരു പ്രശ്നം എന്നിലുണ്ട് എന്ന് ശിവാനി ഉറപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഇനി ശിവാനിയുടെ വീഴ്ചയാണ്, അതായത് ശിവാനി കരയുന്ന എപ്പിസോഡാണ് നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത്.